എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 50 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. പ്രധാനമായിട്ടും UP LP വിഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലോട്ട് പോവാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. എല്ലാവർക്കും അറിയുന്ന ജനറൽ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും പഠിക്കേണ്ട ചോദ്യങ്ങളുണ്ട് ഈ ഒരു വീഡിയോയിൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷമേത്? നമുക്കറിയാവുന്ന ഉത്തരം തന്നെയാണ് 1947. ഇനി കുറച്ചുകൂടി ഡീപ്പായിട്ട് തീയതി ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക എന്താണ്? 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഓക്കെ. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം നെഹ്റു, ജവഹർലാൽ നെഹ്റു, ചാച്ചാജി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കളി വെങ്കയ്യ. അതായത് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞു വെക്കേണ്ട ചോദ്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. ദേശീയ പതാകയിലെ കേശരി അല്ലെങ്കിൽ നമ്മൾക്ക് കേശരി എന്നുള്ള പദം അധികം പരിചയമില്ല. നമ്മൾ പറയാറുള്ളത് കുങ്കുമം എന്നുള്ള നിറമാണ്, അല്ലെ? കുങ്കുമം, അതിന് തന്നെയാണ് കേശരി എന്ന് പറയുക. അപ്പോൾ കുങ്കുമം എന്നുള്ള നിറം, കേശരി എന്നുള്ള നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓരോന്നും ഓരോ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അത് മൂന്നും നമ്മൾ പരിചയപ്പെട്ടു പോകുന്നുണ്ട്. കുങ്കുമം നിറം സൂചിപ്പിക്കുന്നത് ധൈര്യവും അതേപോലെ ത്യാഗവുമാണ്. റെഡി? അങ്ങനെയാണെങ്കിൽ വെള്ള നിറം, അല്ലേ? വെള്ള നിറം നമുക്ക് എല്ലാവർക്കും അറിയാം, സമാധാനവും സത്യവുമാണ് ആ വെള്ള നിറം സൂചിപ്പിക്കുന്നത്. നേരെ താഴെയുള്ള മൂന്നാമത്തെ നിറം പച്ച നിറം, അത് സമൃദ്ധിയെയും ഇന്ത്യയുടെ വളർച്ചയെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അശോക ചക്രത്തിന് എത്ര അരക്കാലുകളുണ്ട്? നമ്മളൊക്കെ വരയ്ക്കുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് അത് എണ്ണി നോക്കിയിട്ടാണ് വരയ്ക്കാറുള്ളത്. ഉത്തരം 24. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത്? ആരാണ് രചിച്ചത്? ദേശീയ ഗാനം ജനഗണമന. രചിച്ച വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ. ദെൻ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ഉത്തരം വന്ദേ മാതരം. മാറിപ്പോവരുത്. ഒന്ന് ദേശീയ ഗാനമാണ്, ഒന്ന് ദേശീയ ഗീതമാണ്. അത് പലപ്പോഴും മാറിപ്പോകാൻ സാധ്യതയുള്ള ചോദ്യം കൂടിയാണ് കേട്ടോ. ഇനി നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് ദേശീയ പതാക ഉയർത്തുന്നത്? ഉത്തരം ഡൽഹിയിലെ ചെങ്കോട്ട അല്ലെങ്കിൽ റെഡ് ഫോർട്ട്. ഓക്കെ, ചെങ്കോട്ട അല്ലെങ്കിൽ റെഡ് ഫോർട്ട്. അടുത്ത ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നോക്കാം. ഗാന്ധിജിയുടെ ജന്മദിനം എന്ന്? ഗാന്ധി ജയന്തിയായി നമ്മൾ ഒക്ടോബർ 2 ആചരിക്കാറുണ്ട്. ഉത്തരം ഒക്ടോബർ 2. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ചോദ്യം തന്നെയായിരുന്നു, ചാച്ചാജി എന്നറിയപ്പെട്ടിരുന്ന നേതാവ് ആരാണ്? ചാച്ചാജി എന്നറിയപ്പെട്ട നേതാവ് ജവഹർലാൽ നെഹ്റു. ഓർത്തു വയ്ക്കുക, ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം എന്ന്? അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നവംബർ 14 നെഹ്റുവിന്റെ ജന്മദിനം. ഇത് എന്തുകൊണ്ടാണ് ജന്മദിനമായി ഈ ഒരു ജന്മദിനം നവംബർ 14 എന്തായിട്ടാണ് നമ്മൾ ആചരിക്കാറുള്ളത് എന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ. ദെൻ ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം ഏതാണ്? ഉത്തരം സത്യമേവ ജയതേ. റെഡി? അടുത്തത്, ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ജനപ്രിയമാക്കിയത് ആരാണ്? ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ജനപ്രിയമാക്കിയത് സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ആസാദ് ഹിന്ദ് ഫൗജ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ഉത്തരം 1930. അതിൻ്റെ പിറകിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930. സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി
യെസ്, മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം ഇതേപോലത്തെ ഒരു ചോദ്യമാണ്. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക എന്നുള്ള ആ ഒരു സമരം, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ഓർത്ത് വയ്ക്കുക, 1942. ഡു ഓർ ഡൈ, ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടേതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഇന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കൂട്ടക്കൊലയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നടന്നത് 1919. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ആ ഒരു സ്ഥലം ഏത് സംസ്ഥാനത്തിനാണ്? ഓക്കെ, ഉത്തരം പഞ്ചാബ്. പഞ്ചാബിലാണ് ജാലിയൻ വാലാബാഗ്. അടുത്തത് ധീരനായ ഭഗത് സിംഗ്. ഭഗത് സിംഗ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വർഷം 1931. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഭഗത് സിംഗ്. ഝാൻസി റാണി, അല്ലെ, നമുക്ക് അറിയുന്നതാണ്. ഝാൻസിയിലെ റാണിയാണ് ഝാൻസി റാണി. എന്നാൽ പൂർണ്ണമായ നാമം റാണി ലക്ഷ്മിഭായ്. അടുത്ത ജനറൽ കുറച്ച് ചോദ്യങ്ങൾ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം എല്ലാവർക്കും അറിയുന്നതാണ്, താമര. ദേശീയ മൃഗം കടുവ. ദേശീയ പക്ഷി മയിൽ. ദേശീയ ഫലം മാമ്പഴം. ദേശീയ മരം ആൽമരമാണ്. ദേശീയ നദി ഗംഗ. ഓക്കെ, ഇനി അടുത്തത് ഒരേ പാറ്റേണിലുള്ള ചോദ്യം ആയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പോയത്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ഉത്തരം ശകവർഷ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ കലണ്ടറിന്റെ പേര് ശകവർഷ കലണ്ടർ എന്നാണ്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് ഏത് ദിവസമാണ്? ഏത് ദിവസം എന്നാണ് ചോദിച്ചത്. 1950 ജനുവരി 26. ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയി നമ്മൾ ആചരിക്കാറുണ്ട്. ഭരണഘടന തയ്യാറാക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. അതേപോലെ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വാതന്ത്ര്യദിനം എല്ലാ വർഷവും ഏത് മാസത്തിലാണ് ആഘോഷിക്കുന്നത്? നമുക്കറിയാവുന്നതാണ്, ഓഗസ്റ്റിലാണ്, ഓഗസ്റ്റ് 15. ഇനി ദേശീയ ഗാനം ആലപിക്കാൻ ഏകദേശം എത്ര സമയം വേണം? ഉത്തരം 52 സെക്കൻഡ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ഓക്കെ, ഉത്തരം ന്യൂഡൽഹി. അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം K. കേളപ്പൻ. അതേപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് എന്നുള്ളത്. ഉത്തരം K. കേളപ്പൻ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം എന്താണ് പാടുന്നത്? ഉത്തരം ദേശീയ ഗാനം. ഇന്ത്യൻ ദേശീയ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1885. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ചെങ്കോട്ട. ഇന്ത്യ എത്ര സംസ്ഥാനങ്ങളുള്ള രാജ്യമാണ്? ഉത്തരം 28. ഇന്ത്യയുടെ ദേശീയ പതാകയെ മറ്റൊരു പേരിൽ വിളിക്കുന്നു, അത് എന്താണ് പേര്? ദേശീയ പതാകയുടെ മറ്റൊരു പേര്? ഉത്തരം തിരങ്ക, ട്രൈ കളർ. സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.